കേരളത്തിൽ ഇത്രയും ഫെസിലിറ്റിയുള്ള ഏക ഒരു ബേൺ യൂണിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ മാത്രമേ. ഓക്കെ, ഗ്രേറ്റ്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് സർജറി ബേൺ സംഭവിച്ച ഒരാൾക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വളരെ നീറ്റായിട്ടും വളരെ ഹൈജീനിക് ആയിട്ട് ഇത് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അത് എൻഷുർ ചെയ്യുന്നത്? കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബേൺ യൂണിറ്റ് ഉണ്ട്. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇത് തൊലി പോയി കഴിഞ്ഞാൽ അണുക്കൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു മുറിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പേഷ്യൻ്റ് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ട്രോളിയിൽ അല്ലെങ്കിൽ സ്ട്രെച്ചറിൽ ലിഫ്റ്റിൽ കൂടെ കയറി ഇറങ്ങി കോറിഡോറിൽ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകും. ആ ആശുപത്രിയിലുള്ള എല്ലാ അണുക്കളും ഫ്രീ ആയിട്ട് ആളിന് കിട്ടും. പഴുത്ത് സെപ്റ്റിസീമിയയിൽ എപ്പം പോയെന്ന് ചോദിച്ചാൽ മതി. ബേൺ യൂണിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെറൈലായിട്ടൊരു പെട്ടെന്ന് പൊള്ളി സ്റ്റെറൈലായിട്ടൊരാൾ വരുന്നു, ഒരു സ്റ്റെറൈൽ സ്ഥലത്ത് കയറുന്നു, അവിടെ ICU ഉണ്ടെങ്കിൽ ICU അതിനകത്ത് വേണം, വെന്റിലേറ്റർ ഉണ്ടെങ്കിൽ അവിടെ വേണം, വാർഡുകൾ അവിടെ വേണം. മോർ ഇമ്പോർട്ടൻ്റ്ലി ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആ ബേൺ യൂണിറ്റിൻ്റെ അകത്ത് തന്നെ വേണം. അതായത് പൊള്ളുന്നു, വരുന്നു, സ്റ്റെറൈലായിട്ടൊരു സ്ഥലത്ത് കയറുന്നു, പിന്നെ തൊലി തിരിച്ച് ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ അയാൾ അവിടുന്ന് ഇറങ്ങുന്നുള്ളൂ. അതാണ് ബേൺ യൂണിറ്റിൻ്റെ ഒരു കൺസെപ്റ്റ്. കേരളത്തിൽ ഇത്രയും ഫെസിലിറ്റിയുള്ള ഏക ഒരു ബേൺ യൂണിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ മാത്രമേ.